ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ കർത്താവിനെ അറിഞ്ഞ ആരംഭ നാളുകളിൽ എന്നതുപോലെ പിന്നീട് പെട്ടെന്ന് ദൈവിക ഇടപെടലുകളും ദൈവിക അത്ഭുതങ്ങളും ഒന്നും സംഭവിക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് പണ്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി മറുപടികൾ ലഭിക്കുമായിരുന്നു, ഉടനടി ദൈവിക വിടുതലുകൾ സംഭവിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അത്രയും പെട്ടെന്ന് സംഭവിക്കുന്നില്ല, ദൈവമൊന്നും മിണ്ടുന്നില്ല, പെട്ടെന്നുള്ള ദൈവിക വിടുതലുകൾ സംഭവിക്കുന്നില്ല. തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുവാനായിട്ട് പോകുന്നത്. കർത്താവ് നമുക്കത് വ്യക്തമായി മനസ്സിലാക്കി തരുമാറാകട്ടെ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 40-50 വർഷം മുമ്പ് നടന്നതുപോലെയുള്ള ദൈവിക വിടുതലുകൾ ഇന്ന് നടക്കുന്നില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു വിശ്വാസിയുടെ വ്യക്തിപരമായ ജീവിതം എടുക്കുമ്പോൾ ആരംഭ നാളുകളിൽ പെട്ടെന്ന് ചില ദൈവിക ഇടപെടലുകൾ ഉണ്ടാകും. പക്ഷെ കാലക്രമേണ എന്താണ് സംഭവിക്കുന്നത്? പണ്ടത്തേതുപോലെ അത്ഭുതങ്ങൾ നടക്കുന്നില്ല, വിടുതലുകൾ നടക്കുന്നില്ല. ഇതിന് തെളിവായിട്ട് ഒരു 2 സംഭവങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ കനാനിലേക്കുള്ള ആ ഒരു യാത്രയിൽ സംഭവിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, ചെങ്കടലിൽ ദൈവം അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതം, അല്ലെങ്കിൽ ചെങ്കടലിൽ അവർക്ക് വേണ്ടി വിഭാഗിച്ച് അക്കരെ കടത്തിയ ഒരു സംഭവം. രണ്ടാമത്തേത്, യോർദാൻ 2 പിരിഞ്ഞ് അവർ അക്കരെ കടന്ന സംഭവം. ഇത് 2 സംഭവങ്ങളും ഒരുമിച്ച് ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ അകത്ത് ചില വ്യത്യാസങ്ങൾ കാണാനായിട്ട് പറ്റും. അതായത് ചെങ്കടലിൻ്റെ കരയിൽ വെച്ച് ഒറ്റയടിക്ക് ദൈവം അവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം ചെയ്യുമായിരുന്നു. അതായത് ജനത്തിൻ്റെ ശുദ്ധീകരണമോ ജനത്തിൻ്റെ സമർപ്പണമോ ഒന്നും അവിടെ ആവശ്യമില്ലായിരുന്നു. മുമ്പോട്ട് പോകാൻ ഇസ്രായേൽ ജനതയോട് പറയുക എന്നുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. മോശ കൈ നീട്ടുന്നു, ആ മോശയുടെ കൈയുടെ മേൽ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ചില പ്രത്യേകതരമായ കാറ്റുകളൊക്കെ, കിഴക്കൻ കാറ്റൊക്കെ അടുപ്പിച്ച് ആ ഒരു ചെങ്കടലിനെ വിഭാഗിച്ച് പിറ്റേ ദിവസം അവർ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോയി. പെട്ടെന്ന് നടന്നൊരു സംഭവമാണ്. പക്ഷേ ഈ യോർദാൻ കടന്ന് അവർ ആ എരിഹോവിലേക്കുള്ള ആ ഒരു യാത്രയിൽ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് സംഭവിക്കുന്നില്ല. അതായത് യോശുവ പെട്ടെന്ന് കൈ ഉയർത്തി മാറാൻ പറഞ്ഞ് പെട്ടെന്ന് അതങ്ങ് മാറി ദ്രുതഗതിയിൽ ഈ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അവിടെ ഒരു 3 ദിവസത്തെ കാലതാമസം നേരിടുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വളരെ ഗൗരവമായിട്ടുള്ള ആത്മീക അർത്ഥങ്ങൾ, ആത്മീക രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ്. നമ്മൾ ഓരോരുത്തരും ഇത് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തുനിന്ന് ചില ആത്മീക ചിന്തകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരും. ഈ ചിലർ പറയുന്നത് ദൈവം ഒരു ചതിയനാണെന്നല്ല. ഈ ദൈവത്തെ അറിയുമ്പം ദൈവം പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തു തരിക, കുറച്ച് കഴിയുമ്പം അത്രയും പെട്ടെന്നൊന്നും ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പെട്ടെന്ന് ചെയ്ത കുറച്ച് പരിപാടികളായിരുന്നു ഇത്. ഇപ്പം പണ്ടത്തെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പലരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുമുണ്ട്. ഞാനൊരു കാര്യം പറയാം, ദൈവം നമ്മളെ വഞ്ചിക്കില്ല, ചതിക്കത്തില്ല. നമ്മളെ കൊണ്ടുവന്ന് കുറച്ച് അത്ഭുതങ്ങൾ പെട്ടെന്ന് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ടൊക്കെ ആക്കിയിട്ട് നമ്മളെ കൈവിടത്തുമില്ല, നമ്മളെ ഉപേക്ഷിക്കത്തുമില്ല. അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണകളാണ്. എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്, എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. വളരെ ശ്രദ്ധാപൂർവം ഈ ഒരു ദൈവവചന സന്ദേശം, ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ചെങ്കടൽ കടക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലാണ്. യോർദാൻ വേർതിരിഞ്ഞ് അവരക്കരെ കടക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിലാണ്. ഈ 2 സംഭവങ്ങളും തമ്മിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 40 വർഷത്തിൻ്റെ ഇടവേളകളിലുണ്ട്. അതായത് ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉടനടി സംഭവിച്ചതാണ് ചെങ്കടൽ വഴിയുള്ള അവരുടെ ആ ഒരു യാത്ര എന്ന് പറയുന്നത്. യോർദാൻ കടക്കുന്നത്
അതും കഴിഞ്ഞ് എത്രയോ നാളുകൾ കഴിഞ്ഞ് മോശയൊക്കെ മരിച്ചതിന് ശേഷം രണ്ടാമത്തെ നേതാവായ യോശുവയുടെ നേതൃത്വത്തിൽ അവർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് യോർദാൻ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നമെന്ന് പറയുന്നത്. യോശുവയുടെ പുസ്തകത്തിലെ തന്നെ ആദ്യത്തെ ഒരു അത്ഭുതമായി, യോശുവയിലൂടെ ദൈവം ചെയ്ത ആദ്യത്തെ ഒരു അത്ഭുതമായി നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷമാണ് ഏകദേശം 30-ലധികം രാജാക്കന്മാരെ യോശുവ കീഴ്പ്പെടുത്തി കനാൻ ദേശത്തെ ഇസ്രായേൽ ജനത്തിന് വേർതിരിച്ച് അവകാശമായി അദ്ദേഹം നൽകി കൊടുക്കുന്നത്. അപ്പം ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് മോശയേക്കാൾ ശക്തി കുറഞ്ഞയാളാണ് യോശുവ, അതുകൊണ്ടാണ് മോശ കൈ ഉയർത്തിയപ്പോൾ ചെങ്കടൽ വേർതിരിഞ്ഞു, യോശുവ കൈ ഉയർത്തിയപ്പോൾ അവിടെ ഒന്നും നടന്നില്ല. അത് യോശുവയുടെ കുഴപ്പമല്ല. കാരണം ഇതൊന്നും മാനുഷികമായ കരങ്ങളാൽ സംഭവിക്കുന്ന കാര്യമല്ല. ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെതായ ഉദ്ദേശങ്ങളുണ്ട്. രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് ചെങ്കടലിനേക്കാൾ എത്രയോ എളുപ്പമാണ് യോർദാനെ ദൈവത്തിന് വേർതിരിക്കാൻ, ഇല്ലേ? ചെങ്കടൽ എന്ന് പറയുന്നത് ഇതൊരു കടലാണ്, റെഡ് സീ ആണ്. അത്ര കടൽ, യോർദാൻ എന്ന് പറയുന്ന ഒരു നദിയാണ്. അപ്പം ഈ യോർദാൻ എന്ന് പറയുന്ന നദിയാണ് സത്യത്തിൽ ദൈവത്തിന് വേർതിരിപ്പാൻ, അല്ലെങ്കിൽ അവിടെയാണ് സത്യത്തിൽ വഴി തുറക്കാൻ കുറച്ചുകൂടി എളുപ്പം. പക്ഷെ അവിടെയാണ് താമസിച്ചത് ദൈവപ്രവൃത്തി. അവിടെയാണ് ദൈവിക ഇടപെടലുകൾക്ക് കാലതാമസം നേരിട്ടത്. ഇതിൻ്റെ പിന്നിലെ ഗൗരവമായ ചില ആത്മീക അർത്ഥങ്ങളുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. യോർദാനിലേക്ക് വരുമ്പം, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം താഴോട്ട് വരുമ്പോൾ, ജനം ശിത്തിമിൽ നിന്ന് യോർദാൻ്റെ കരയിലേക്ക് വന്നു. അവർക്ക് യോർദാൻ കരന്ന് അക്കരയ്ക്ക് പോകണം. ദൈവം അവിടെ അവരോടൊന്നും സംസാരിക്കുന്നതായിട്ടോ ഒന്നും നമ്മളവിടെ കാണുന്നില്ല. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് 3 ദിവസം അവരാ യോർദാൻ്റെ കരയിൽ പാളയമടിച്ച് കിടക്കുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ വഴി? എങ്ങോട്ടാണ് പോകേണ്ടുന്നത്? കാരണം പിന്നീട് ദൈവം തന്നെ അവരോട് പറയുന്നുണ്ട്, നിയമപ്പെട്ടകം നിങ്ങളുടെ മുമ്പാകെ പോകും, ആ പെട്ടകത്തിൻ്റെ പിന്നാലെ നിങ്ങൾ പോകണം, ഈ വഴി നിങ്ങൾ പോയിട്ടില്ലല്ലോ, എങ്ങനെ പോകണമെന്നുള്ള വഴി നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പം ശരിക്കും ഇവരൊരു എന്തോ പറയുന്നത്, വഴിയറിയാത്ത ഒരു മേഖലകളിൽ അവർ വന്നു നിൽക്കുകയാണ്. സ്ഥലം അറിയത്തില്ല, വഴി അറിയത്തില്ല, എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയത്തില്ല. കൊല്ലം 40 കഴിഞ്ഞ് ഇറങ്ങിയിട്ട് 1-2 അല്ല, 40 കൊല്ലം കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ ചെങ്കടലിലേക്ക് നമ്മളൊന്ന് വരുമ്പം അവിടെ വഴി അറിയണമെന്നോ, അവിടെയും സത്യത്തിൽ വഴിയൊന്നും അറിയുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവിടെ വഴി അറിയണമെന്നോ, ദൈവം ഇങ്ങനെ വഴിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. മുമ്പോട്ട് പോകുമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നീ മുമ്പോട്ട് പൊക്കൊള്ളുക. താരതമ്യേന എളുപ്പമായിരുന്നു. സത്യമല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. കർത്താവിനെ അറിഞ്ഞ് ഇറങ്ങിയ കാലഘട്ടങ്ങളിൽ നമ്മൾ പനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പനി മാറും, ദൈവിക വിടുതലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി വിടുതലുകൾ നടക്കുന്നു, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശുഭം, ഒരു കുഴപ്പമില്ല. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പം പണ്ടേ പോലെ ഒന്നും നടക്കുന്നില്ല. എന്താ കുഴപ്പം? ദൈവത്തിനാണോ കുഴപ്പം? ദൈവം കാലത്തിനും പരിമിതികൾക്കുമെല്ലാം അതീതനായ ദൈവമാണ്. സർവജ്ഞാനിയും സർവശക്തനും സർവവ്യാപിയുമായ ദൈവത്തിന് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കും. ഗതി ഭേദത്താൽ ആച്ഛാദനം വരാത്തവനും മാറ്റമില്ലാത്തവനുമായ ദൈവത്തിന് 40 വർഷമോ 50 വർഷമോ 100 വർഷമോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഗൗരവമായ ചില ആത്മീക വിഷയങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു സന്ദേശത്തിലൂടെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചെങ്കടലിൻ്റെ കരയിൽ അവർക്ക് ശുദ്ധീകരണം ആവശ്യമില്ലായിരുന്നു. ചെങ്കടലിൻ്റെ കരയിൽ കാത്തിരിപ്പ് ആവശ്യമില്ലായിരുന്നു. ചെങ്കടലിൻ്റെ കരയിൽ വഴിയറിയേണ്ട ആവശ്യമില്ലായിരുന്നു. എല്ലാം വളരെ വേഗം ദൈവം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അന്ന് സമ്മിശ്ര ജാതി ഉണ്ടായിരുന്നു. ഇറങ്ങിത്തിരിച്ച ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന വിശ്വാസവും ഇല്ലായിരുന്നു, ദൈവത്തിൻ്റെ വഴികളെ അറിയത്തില്ലായിരുന്നു, ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ദൈവം അവർക്ക് വേണ്ടി വേഗത്തിൽ അത്ഭുതം ചെയ്തു. അതായത്
ജനത്തിൻ്റെ ആത്മീക സ്ഥിതിയെ ദൈവം ഗൗരവമായി എടുത്തില്ല. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ജനത്തിൻ്റെ ആത്മീക സ്ഥിതിയെയും ആത്മീക അവസ്ഥയെയും ദൈവം ഗൗരവമായി എടുത്തില്ല. അതായത് അവരിൽ നിന്ന് ശുദ്ധീകരണമോ വിശുദ്ധീകരണമോ അവരുടെ വിശ്വാസമോ ദൈവം പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ കാരണം ദീർഘവർഷങ്ങൾ മിസ്രയീം എന്ന് പറയുന്ന രാജ്യത്ത് അടിമത്തത്തിൽ കിടന്ന്, ബന്ധനങ്ങളിൽ കിടന്ന്, ദൈവമല്ലാത്തത് പലതും കണ്ട് മനസ്സ് മൊത്തം അടഞ്ഞുപോയ ഈ ഒരു ജനതയിൽ നിന്ന് ദൈവം അത്രേ പ്രതീക്ഷിച്ചുള്ളൂ. കാരണം ദൈവത്തിനും അറിയാം അവരിൽ ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കാരണം തുടർച്ചയായി പിറുപിറുപ്പല്ലേ. പക്ഷേ 40 വർഷം കൂടെ നടന്ന് യാത്ര ചെയ്തവനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ 40 വർഷം കൊണ്ട് നീ ദൈവത്തെ എന്താണ് മനസ്സിലാക്കിയത്? ദൈവത്തിൻ്റെ വഴികളെ എന്താണ് മനസ്സിലാക്കിയത്? ഇത് ഈ ജനം അറിയണമെന്ന് ദൈവത്തിന് മനസ്സിലായി. അതുകൊണ്ട് ഈ ചെങ്കടലിൻ്റെ അത്രയും ഒന്നും പ്രയാസമില്ലാത്ത യോർദാൻ്റെ കരയിലേക്ക് വന്നപ്പോൾ അവരെ 3 ദിവസം അവർക്കവിടെ താമസിക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വിശ്വാസത്തിൻ്റെ കാലങ്ങളിലെ യാത്രകളിൽ, ദീർഘവർഷങ്ങളിലെ യാത്രകളിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ധൃതിയും വേഗവുമൊക്കെ മാറ്റിവെച്ച് ചില സമയങ്ങളിലെങ്കിലും ദൈവസന്നിധി കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തോട് സംസാരിക്കാൻ നമ്മൾ തയ്യാറാകണം. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം അറിയാൻ നമ്മൾ തയ്യാറാകണം. അതിനാണ് ഉപവാസവും പ്രാർത്ഥനയും. ദൈവത്തിന് സ്തോത്രം എല്ലാം. ഹല്ലേലൂയ. നമ്മൾ ജീവിതത്തിൽ നമ്മളെല്ലാം ധൃതിയിലാണ്. എല്ലാം ആയി എന്ന് പറയുന്ന ഒരു ധാരണ ചില സമയത്ത് നമുക്കുണ്ട്. 40 കൊല്ലമായില്ലേ, എനിക്കിതെല്ലാം അറിയാം, ഞാൻ എന്തെല്ലാം കണ്ടതാ. ആ ചിന്തകളെല്ലാം മാറ്റിവെച്ചാലേ പറ്റത്തുള്ളൂ. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നുകൂടി ഒന്ന് സമർപ്പിക്കാം. 3 ദിവസം ആ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. വേണമെങ്കിൽ എനിക്ക് ഈ വീഡിയോയ്ക്കകത്ത് എഡിറ്റ് ചെയ്ത് ആ ചിത്രങ്ങളൊക്കെ ഒന്ന് കയറ്റാം. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ തന്നെ മനസ്സിൽ ചിന്തിച്ചു കൊള്ളുക. 2-3 ദിവസങ്ങൾ ചെങ്കടലിൻ്റെ കരയിൽ യോർദാൻ്റെ കരയിൽ പാളയമടിച്ച് ഒരു ജനസമൂഹം കിടക്കുകയാണ്. എന്തിനാ? വഴിയറിയില്ല, ദൈവമൊന്നും പറഞ്ഞിട്ടില്ല, പോകേണ്ടത് മുമ്പോട്ടാണെന്നറിയാം, കര കവിഞ്ഞൊഴുകുന്ന യോർദാനാണ്, എന്തു ചെയ്യണമെന്നറിയത്തില്ല. പണ്ടൊക്കെ ഒന്ന് കൽപ്പിച്ചാൽ നടക്കുമായിരുന്നു, ഇപ്പം കൽപ്പിച്ചാലും നടക്കുന്നില്ല. മാറാൻ പറഞ്ഞിട്ട് മാറുന്നില്ല, പിളരാൻ പറഞ്ഞിട്ട് പിളരുന്നില്ല. പണ്ട് കൈ നീട്ടുമ്പോൾ തന്നെ അത്ഭുതം നടക്കുമായിരുന്നു, ഇപ്പം ഇതൊന്നും നടക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ ദൈവാത്മാവിൽ പറയാം, ഇതൊന്നും നടക്കാതെ ഇരിക്കുമ്പോഴും കർത്താവേ, എന്നിൽ നിന്ന് എന്താണ് അവിടുന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ഒന്ന് ചോദിക്കാൻ ഇല്ലേ. നമ്മൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില സമയത്ത് ട്രെയിൻ പിടിച്ചവിടെ ഇടും. അന്നേരം നമുക്കങ്ങ് അസ്വസ്ഥതയാണ്. ഇത് എന്തിനാണ് ഇത്രയും നേരം ഇവിടെ പിടിച്ചിട്ടേക്കുന്നത്? അതവിടെ പിടിച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ എന്നും അതവിടെ പിടിച്ചിടത്തില്ല, അതിനെ മുമ്പോട്ട് വിടും. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിലേക്ക് ഏതെങ്കിലും മേഖലകളിൽ പിടിച്ചിട്ടിരിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഈ വചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാം, അത് എല്ലാ കാലത്തേക്കുമല്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുകയാണ്, അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. യോശുവ 3:5, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കണ്ടോ, അത്ഭുതം പ്രവർത്തിക്കുന്നതിൻ്റെ തലേന്നേ ദൈവം പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. എന്താ സംഭവിച്ചത്? ഒന്ന്, ചെങ്കടലിൽ ജനത്തിൻ്റെ ശുദ്ധീകരണം ആവശ്യമില്ലായിരുന്നു. അവരോട് ശുദ്ധീകരിക്കാൻ ദൈവം പറയുന്നില്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞ, അവരിൽ നിന്ന് ദൈവം ഒന്നും പ്രതീക്ഷിച്ചില്ല. അവരിൽ നിന്ന് ദൈവം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ 40 കൊല്ലം കഴിയുമ്പോൾ ദൈവത്തിന് നമ്മിൽ നിന്ന് ചില പ്രതീക്ഷകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 10, 30, 20 വർഷം കർത്താവിനെ സേവിച്ച നമ്മിൽ നിന്ന്
ദൈവം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് തുയരാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ പണ്ടത്തെ പോലെ നമുക്ക് നമ്മുടെ വഴികളിൽ നമ്മളിങ്ങനെ കയറൂരി വിട്ട കാളയെപ്പോലെ നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണോ? അല്ല, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒന്ന്, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. വിശ്വാസത്തിൻ്റെ കാലങ്ങളിലെ യാത്രകളിൽ ദൈവം പ്രതീക്ഷിക്കുന്ന വിശുദ്ധീകരണവും ശുദ്ധീകരണവും നമ്മിൽ നിന്നുണ്ടായില്ലെങ്കിൽ പണ്ടത്തെ പോലെ പിന്നീട് പലതും നടക്കത്തില്ല. നടക്കില്ലെന്നല്ല, നടക്കുന്നുമുണ്ട്. ഞാനൊക്കെ ദൈവകൃപയെ ഞാൻ പറയട്ടെ, ഒരുപാട് ദൈവിക വിടുതലുകൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഫ്ലെക്സ് അടിച്ചും വീഡിയോകൾ പോസ്റ്റ് ചെയ്തു ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇന്നും ദൈവപ്രവർത്തികൾ മാറിയിട്ടില്ല, തീർന്നിട്ടില്ല. ഇന്നും ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ചില സ്ഥലത്ത് ദൈവം വളരെ വേഗത്തിൽ പ്രവർത്തിക്കും. ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന ഈ ഒരു വിഷയം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വന്നൊരു കാര്യം ഞാൻ പറയാം. ആന്ധ്രാപ്രദേശിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടുത്തെ ദൈവദാസന് ഒരു ഹൈന്ദവ സ്ത്രീ, അവരിടയ്ക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നതാണ്. അവിടുത്തെ ഒരു വലിയൊരു സമ്പന്നയായ സ്ത്രീയാണ്. അവരുടെ കാല് മുഴുവനും നീരും ഒരു വല്ലാത്തൊരു രോഗാവസ്ഥയിലും അവരിയ്ക്കുക. ഞങ്ങളവിടെ ചെന്നു, കണ്ടു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നപ്പോൾ സംഭവിച്ചത് അവരുടെ കാലിൻ്റെ ഒരു ഭാഗം പൊട്ടി, ഒരു ചെറിയൊരു മുറിവുണ്ടായി. അതിൻ്റെ അകത്തുനിന്ന് ആ ആണിയെല്ലാം പുറത്തു വന്നു. ചില ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ മുറിവ് മുഴുവൻ കരിഞ്ഞു. കണ്ടോ? കർത്താവിനെ അറിയാത്ത അല്ലെങ്കിൽ വലിയ ആത്മീയ അനുഭവങ്ങളൊന്നും ഇല്ലാത്തവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് ചെയ്യും. പക്ഷെ നമ്മളിപ്പം മുറിവിന് വേണ്ടി കരിയട്ടെ എന്ന് 50 പ്രാവശ്യം പറഞ്ഞാലും കരിയുന്നില്ല, ഇല്ലേ? എന്താണ് കാര്യം? മുറിവ് കരിക്കൽ മാത്രമല്ല ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. വിടുതലുകൾ മാത്രമല്ല. വിടുതലുകൾ ഇന്ന് നടക്കും, നാളെ മാറും. രോഗം ഇന്ന് വരും, നാളെ ഇന്ന് ചിലപ്പോൾ സൗഖ്യമാവും, നാളെ മാറിയെന്നിരിക്കും. പണം ഇന്ന് കിട്ടും, അത് നാളെ പോയെന്നിരിക്കും. ഇതൊക്കെ കാലക്രമേണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനപ്പുറത്ത് ദൈവത്തെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ശുദ്ധീകരണമാണ്. രണ്ടാമത്തേത് ശ്രദ്ധിക്കുക. ജനത്തോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ പോകുന്നത് നിങ്ങൾ കാണും. അവരുടെയും നിങ്ങളുടെയും ഇടയിൽ 2000 മുഴത്തിൻ്റെ അകലമുണ്ടാകണം. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ പോകുമ്പോൾ പെട്ടകത്തിൻ്റെ പിന്നാലെ നീ യാത്ര ചെയ്താൽ നിനക്ക് വഴി കണ്ടെത്താനായിട്ട് പറ്റും. എന്താണ് ആത്മീയ അർത്ഥം എന്ന് പറയുന്നത്? അന്ന് 2000 മുഴത്തിൻ്റെ അകലം വെച്ചെങ്കിൽ ഇന്ന് ഈ ഒരു കാലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വേർപാടിൻ്റെ നടിച്ചുവർ അതേ നീക്കിക്കളഞ്ഞിട്ട് മുമ്പേ ദൂരസ്ഥന്മാരും പരദേശികളുമായിരുന്ന നമ്മളെ ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തു എന്ന് പറയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആമേൻ. ദൈവവചനത്തിലൂടെ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ അകത്തു നിന്ന് വെളിപ്പെട്ട് വരുന്ന ചില വഴികളുണ്ട്. നമ്മുടെ സകല ചോദ്യങ്ങൾക്കും സകല പ്രശ്നങ്ങൾക്കുമുള്ള മറുപടി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്തുണ്ട്. പെട്ടകം പോകുമ്പോൾ ആ പോകുന്ന വഴിയിൽ നീ യാത്ര ചെയ്യുക. നിനക്കറിയാത്ത വഴിയിലൂടെയാണ് നീ യാത്ര ചെയ്യുന്നത്, അത് നിനക്ക് വഴി കാണിച്ചു തരും. ചെങ്കടലിൻ്റെ കരയിൽ വെച്ച് ഞാൻ വീണ്ടും, എനിക്കറിയാം ആവർത്തന വിരസതയാണ്, പക്ഷേ ഇത് പലതവണ പറയുന്നത് നമ്മുടെ ആ മനസ്സിൻ്റെ അകത്തോട്ട് ഇതൊന്ന് കയറിക്കോട്ടെന്ന് കരുതിയിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ ഭാഗം ഇതുവരെയും പ്രസംഗിച്ചിട്ടില്ല. ചെങ്കടലിൻ്റെ കരയിൽ വെച്ച് വഴി അറിയത്തില്ലല്ലോ, വഴിയില്ലല്ലോ എന്നൊന്നും ദൈവം അവരോട് പറഞ്ഞില്ല. ഒരു കാര്യം ദൈവം അവരോട് പറഞ്ഞില്ല. മുമ്പോട്ട് പൊക്കോ എന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഇവിടെ നീ വഴി അറിയാതെ നിൽക്കുമ്പോൾ പെട്ടകം നിനക്ക് വഴി കാണിച്ചു തരും എന്ന് പറയുമ്പോൾ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് ആ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ, കണ്ടോ, എനിക്ക് ആ ഭാഗമൊക്കെ ഒത്തിരി ചിന്തിക്കണമെന്ന് എനിക്കുണ്ട്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാൻ്റെ വക്കത്ത് വന്ന് കാല് വെച്ചപ്പോഴാണ് യോർദാൻ മാറിയത്. പണ്ട് ദൂരെ നിന്ന് മാറട്ടെന്ന് മോശ പറഞ്ഞപ്പോൾ അത് മാറി. പക്ഷെ ഇവിടെയോ വിശ്വാസത്തിൻ്റെ ചുവടുകൾ ദൈവം പറഞ്ഞതിനനുസരിച്ച് വെക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആലോചനയനുസരിച്ച്, ദൈവത്തിൻ്റെ ശബ്ദമനുസരിച്ച് പെട്ടകമുള്ള പുരോഹിതന്മാർ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. പക്ഷെ ദൈവിക വിശുദ്ധിക്കകത്ത് നിൽക്കുന്ന ഒരു ദൈവ പൈതൽ അവനവൻ്റെ കാൽ ചവിട്ടുമ്പോൾ, വിശ്വാസത്തോടെ ചുവടുകൾ വെക്കുമ്പോൾ, ശുദ്ധീകരിക്കപ്പെട്ടവൻ, ദൈവം പറഞ്ഞത് കേട്ട് ചുവടുകൾ വെക്കുന്നവൻ കാല് വെക്കുമ്പോൾ, കാൽ ചവിട്ടുമ്പോൾ അവിടെ മാറും.
അവിടെ കൽപ്പനകളൊന്നുമില്ല. മാറട്ടെ, പോകട്ടെ, സംഭവിക്കട്ടെ, ഇതൊന്നുമില്ല. വാക്കുകൾക്കല്ല, പ്രവൃത്തികൾക്കാണ് പ്രാധാന്യം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമുക്ക് വഴി കാണിച്ചു തരുന്നതാണ്. വചനത്തെ അനുസരിച്ച് ജീവിക്കുക, വചനത്തെ ഉൾക്കൊള്ളുക. ദൈവം പ്രതീക്ഷിക്കുന്ന വിശുദ്ധീകരണം ഇല്ലേ? ഭൂമിയിലെ മാതാപിതാക്കന്മാർ തങ്ങൾക്ക് ബോധിച്ചതുപോലെ തങ്ങളുടെ മക്കളെ ശിക്ഷിക്കുന്നു. നാമോ അവിടുത്തെ വിശുദ്ധി പ്രാപിപ്പാനാണ് നമ്മളെ അവിടുന്ന് ശിക്ഷിക്കുന്നത്. ശുദ്ധീകരിക്കുക, ദൈവം പറയുന്നത് കേൾക്കുക, ദൈവശബ്ദത്തിനായി കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. ഒരു സമർപ്പണവും ഒരു പ്രാർത്ഥനയും ഒരു നല്ല മനസ്സ്, ദൈവം പറയുന്നത് കേൾക്കാൻ ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ ഇന്നും അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളും നിങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയിൽ നമുക്കൊന്നിച്ചു മുന്നേറാം. ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ.